നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹോട്ടൽ ഉമീസ് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ എവിടെയാണെന്നറിയോ? എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ എതിർവശത്ത്. നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ കാണാവുന്ന ദൂരമുള്ളൂ. അവിടെ ഞാനൊരു ഫുഡ് കഴിക്കാൻ കയറി ഇന്ന്. അപ്പോൾ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി വാങ്ങി. അപ്പം എല്ലാ ടേബിളിലും ഇങ്ങനെ വെള്ളം, മിനറൽ വാട്ടർ അടുക്കി വെച്ചിട്ടുണ്ട്. ഓരോ കുപ്പി. അപ്പോൾ ഒറിജിനൽ മിനറൽ വാട്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ സെപ്പറേറ്റ് ആയിട്ട് എവിടുന്ന് മിനറൽ വാട്ടർ വാങ്ങി ആ മിനറൽ വാട്ടറിൻ്റെ മിനറൽ വാട്ടർ കാര്യമായപ്പം അതിൽ വേറെ എന്തോ ഒരു വെള്ളം നിറച്ച് വെച്ചു. പച്ചവെള്ളം തന്നെയാണ്, പക്ഷേ മിനറൽ വാട്ടറിൻ്റെ ഇതിൻ്റെ ഈ രുചി വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിച്ചു. 142 രൂപ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ ഈ മിനറൽ വാട്ടറിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ബാക്കി അര കുപ്പി അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അവിടെ സപ്ലയർ വരുന്നു, വെള്ളമായിട്ട് വരുന്നു. ഹിന്ദിക്കാരൻ വേറൊരു ചങ്ങായി വെള്ളമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ കുപ്പിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയത്തില്ല. ശരി, ഈ കുപ്പിക്ക് പൈസ ഉണ്ടോ ചോദിച്ചു. 20 ഉറുപ്പ്യ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 162 രൂപ കൊടുത്തു. അപ്പോൾ ഞാൻ മെല്ലെ എങ്ങനെ പോന്നു, ഇതിൻ്റെ ഒരു വീഡിയോ പിടിക്കാമെന്ന് വെച്ചു. അപ്പം ഈ സപ്ലയർ അവൻ്റെ വായിൽ എന്താ പഴമായിരുന്നോ, അതുവരെ അവൻ മിണ്ടാതിരുന്നിട്ട് വേഗം ബില്ല് കൊടുത്തപ്പം പിന്നാലെ പുറകെ വന്നിട്ട് പറയുന്നു ആ കുപ്പിക്കും കൂടി പൈസ ഉണ്ടെന്ന്. കാരണം ഒറിജിനൽ മിനറൽ വാട്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തണുത്ത് ബ്രിഡ്ജിൽ നിന്ന് എടുത്ത് തരുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഇതല്ല, ഇത് മിനറൽ വാട്ടർ കഴിഞ്ഞപ്പോൾ വേറെ പുറത്തുനിന്ന് പൈപ്പിൽ നിന്നുള്ള വെള്ളമോ ഈ ഹോട്ടലിൻ്റെ പൈപ്പിൽ നിന്നുള്ള വെള്ളം എന്തോ പിടിച്ച് വെച്ചേക്കുക, നിറച്ച് വെച്ചേക്കുക. എന്നിട്ട് അത് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മിനറൽ വാട്ടർ ആണ്, പൊട്ടിക്കാത്ത മിനറൽ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതിനകത്ത് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് മിനറൽ വാട്ടർ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇതല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെ ഈ ഹോട്ടലുകാർ കാശുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ബിരിയാണി കഴിക്കുന്നതാണ് ഒരു 10 പൈസയ്ക്ക് പറ്റാത്തൊരു ബിരിയാണിയൊക്കെ സാധാരണ നമ്മൾ ഡാൽഡയും അതുപോലെ 6 kg നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണപ്പുരയിൽ വീടുകളിലൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സൂപ്പറാണ്. ഇതതിൻ്റെ 10 പൈസയ്ക്ക് പറ്റത്തില്ല. കാരണം ഈ അരിയൊക്കെ കട്ടയായിട്ടിരിക്കുകയാണ്, ഇതിന് ബിരിയാണി അരികളൊക്കെ. ഇത് ശരിക്കും ഇവരൊക്കെ ഉണ്ട് തന്നെ തിരിക്കുകയാണ് ഇത് വേണ്ടിയത്. മനസ്സിലായില്ലേ? ഞാൻ പിന്നെ കൂടുതലൊന്നും വർത്തമാനം പറയുന്നില്ല. വർത്തമാനം പറഞ്ഞാൽ അവിടെ തല്ലാവും. കാരണം എനിക്ക് എന്തായാലും കൈ കിട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിക്കുകയും ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഒന്ന് ചിത്രീകരിക്കണം, ഈ ഹോട്ടലിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാണ്. കാരണം ഇവനൊന്നും മേലാൽ ഇങ്ങനെ ഒരാളെ കൊണ്ട് പറ്റിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കരുത്. മിനറൽ വാട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ള മിനറൽ വാട്ടർ, ഒറിജിനൽ മിനറൽ വാട്ടർ, ഈ നമ്മൾ കൊണ്ടിരുന്ന മിനറൽ വാട്ടർ നേരെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, അങ്ങനെ തണുപ്പിച്ചിട്ട് ആ മിനറൽ വാട്ടറാണ് കൊടുക്കുന്നത്. അതല്ലാതെ ഇത് മിനറൽ വാട്ടർ ആണോ, ഇനി പുറത്തുനിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ചാണോ എന്ന് എങ്ങനെ അറിയാം? എനിക്ക് തോന്നുന്നു പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ചാണ്. എന്നിട്ട് മിനറൽ വാട്ടറിൻ്റെ രീതിയിൽ വളരെ ഫുൾ ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം മിനറൽ വാട്ടർ ആണെന്നുള്ള അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ പല ഉടായ്പായിട്ട് ഇന്ന് ഹോട്ടലുകാർ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് കാണാം. ഹോട്ടലിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് ആ ഹോട്ടൽ. അവിടെ ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന അവൻ്റെ വീഡിയോ തന്നെ പിടിക്കണം, ഈ സപ്ലയറുടെ വീഡിയോയും കൂടി പിടിക്കണമെന്ന് വെച്ചാണ്. പിന്നെ വേണ്ട, കാരണം എങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഹോട്ടൽ ഉമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും അറിയാമല്ലോ. ഉമീസ് റെസ്റ്റോറൻറ്റ് അവിടെ മാത്രമേ ഉള്ളൂ. ഈ എടപ്പള്ളിയിലോ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗം ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇതിപ്പോൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഉമീസാണ്, അല്ലാതെ വേറൊരു ഉമീസല്ല. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ കയറുമ്പോൾ മനസ്സിലാക്കുക.
ഭക്ഷണവും നല്ലതല്ല, എന്നാൽ കുടിക്കുന്ന വെള്ളമെങ്കിലും നല്ല വെള്ളം തരണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ആ വെള്ളത്തിന് പൈസ വാങ്ങാനായിട്ട് അവൻ ഓടി വരുവാണ് ബില്ലുമായിട്ട്. ആദ്യം ഞാൻ അവനോട് ബിരിയാണിയുടെ ബില്ല് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളവിടെ പറഞ്ഞത് ഹാഫ് ബിരിയാണി എന്നുള്ളത്. ഓക്കെ, അതൊക്കെ പറഞ്ഞു. 142 രൂപ ഞാൻ അടച്ചു, ഗൂഗിൾ പേ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ വെള്ളം എന്താ എടുക്കാതെ പോകുന്നു ചോദിച്ചു. വന്നു ഇനി ചോദിച്ചു ആ വെള്ളത്തിന് പൈസ ഉണ്ടോ ചോദിച്ചു. അപ്പോഴാണ് പറയാം ആ വെള്ളത്തിന് പൈസ ഉണ്ടെന്നുള്ളത്. അല്ല ഇവൻ അതിൽ നിന്ന് തന്നെ പറയണം. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ കാണുന്നില്ല എല്ലാ ടേബിളിലും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാ ടേബിളിലും നിരത്തി വെക്കുന്നു. ഞാൻ ആരൊക്കെ ഏതൊക്കെ കസ്റ്റമറോട് വാങ്ങുന്നുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ അവരുടെ സ്ഥിരം സിൽബന്തികൾ, അതായത് സ്ഥിരം ലോകിക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വാങ്ങത്തില്ല. നടാതെ വരുന്നവനോ ഏതെങ്കിലും കാലത്ത് കയറി വരുന്നവനൊക്കെ അവൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങും. അപ്പോൾ എന്തായാലും ഈ ഉമിസ് റെസ്റ്റോറൻറ്റ് കയറാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ കയറുന്നതിന് നല്ലത് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കയറുകയാണ് നല്ലത്. ഒന്നുമില്ലെങ്കിൽ അവിടെ ജഗ്ഗിൽ വെള്ളം എടുത്ത് നിറച്ച് വെച്ചിട്ടുണ്ടാവും. ആ ജഗ്ഗിനകത്ത് വെള്ളം അത് കുടിച്ചാൽ അതിന് പൈസ കൊടുക്കണ്ട. കാരണം മിനറൽ വാട്ടറാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പല പേരിലും പല വെള്ളവും പച്ചവെള്ളം എവിടുന്നെങ്കിലും പൈപ്പിൽ നിന്ന് പിടിച്ചതോ അല്ല റോഡിൻ്റെ റോഡ് സൈഡിലുള്ള ടാപ്പിൽ നിന്ന് പിടിച്ചതൊക്കെ നിറച്ചോടെ വെക്കും. എന്തിനാ? ആൾക്കാരുടെ അടുത്തുനിന്ന് 20 രൂപ ഈടാക്കാനായിട്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ശരിക്കും ഫുഡ് ഇൻസ്പെക്ടർ കണ്ടിട്ട് ഈ ഹോട്ടലൊക്കെ അടയ്ക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇവനൊന്നും മേലാൽ ഇനിയും ജോലി ചെയ്യരുത്. ശരി, നിർത്തുന്നു. എല്ലാവരും ഇതൊന്ന് കാണുക. ഓക്കെ, ബൈ.